കൗൺസിലറായിരുന്ന നസീർ പുന്നക്കലാണ് ഈ സാരംഭം ഇത് ഇങ്ങനെ ഇടാനുള്ള സാരംഭം കുറിച്ച ആള്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഫുഡ് വേസ്റ്റ് ഒന്നും ഇത് കൊണ്ട് ഇടരുത്, നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ ഒരു പാർക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം പടി, ഇതിനൊക്കെ നല്ല കാര്യങ്ങളാണ്. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിലെ കൊങ്ങിണിച്ചുടുകാട് ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മൈതാനമാണിത്. ഫുട്ബോൾ മൈതാനമായിരുന്നു. ഇന്നിത് മാലിന്യങ്ങൾ, നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമാണ്, മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള യാർഡ് പോലെ ഇത് മാറ്റിയിരിക്കുകയാണ്. ഉണ്ടായിരുന്ന തോട് പോലും ഇവിടെ നഗരസഭ മണ്ണിട്ട് മൂടിയിട്ടുള്ള അവസ്ഥയിലാണ്. പ്രദേശവാസികൾ ഇവിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ മാലിന്യത്തിൻ്റെ അംശങ്ങൾ വരുവാൻ തുടങ്ങി. കിണർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ബോർവെൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കൊതുക് ശല്യം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ്. ഖരദ്രവ, ജൈവ അജൈവ മാലിന്യങ്ങൾ നഗരസഭ ഇവിടെ കൊണ്ടുവന്ന് ലോറി കണക്കിനാണ് തട്ടിയിട്ട് പോകുന്നത്. ഓരോ ദിവസവും ഇത് കൂടിക്കൂടി വരികയുമാണ്. ആലപ്പുഴ നഗരത്തിന്, നഗരസഭയ്ക്ക് പുതിയൊരു മാലിന്യ സംസ്കരണ രീതി തന്നെ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ആരും ഇടപെടുന്നുമില്ല. ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് വലിയമരം വാർഡിലെ സാധാരണക്കാരായ കുറച്ച് ജനങ്ങൾ. അവരെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എൻ്റെ പേര് നസീർ. കഴിഞ്ഞ 2 വർഷമായിട്ട് പഴയ പുന്നക്കൽ, അതായത് കൗൺസിലറായിരുന്ന നസീർ പുന്നക്കലാണ് ഈ സാരംഭം ഇത് ഇങ്ങനെ ഇടാനുള്ള സാരംഭം കുറിച്ച ആള്. ഏത് വാർഡാ ഇത് വലിയമരം വാർഡ്. ഇത് മുനിസിപ്പാലിറ്റിയിൽ, ഇത് മുനിസിപ്പാലിറ്റിയുടെ തന്നെയാണ് സ്ഥലം സമ്മതിച്ചത്. പക്ഷേ ഇവിടെ അതിനു മുമ്പേ മുനീർ വന്ന് ഇവിടെ വന്ന് തറക്കല്ലിട്ടൊരു സ്ഥലമാണ്. പിന്നെ പിള്ളേരുടെ പാർക്ക് ഉണ്ടാക്കാൻ, കുട്ടികളുടെ പാർക്കിന് വേണ്ടി ഇട്ടിരുന്നതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കുഴപ്പമില്ല, നല്ലൊരു സാരംഭമാണ്. ഇവിടെ കുട്ടികൾ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് കുട്ടികൾ കംപ്ലീറ്റ് ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ സ്ഥലം നിരന്ന് നല്ല ഇതായിട്ട് ഫുട്ബോൾ കളിച്ച് ഒരു അഴുക്കും വേസ്റ്റും ആരും ഇടാതെ ഒന്നും എല്ലാം ഇട്ടിരുന്ന സ്ഥലമായത്. ഈ സ്ഥലത്ത് ഇപ്പം ഇവര് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 4 വാർഡിലെ കംപ്ലീറ്റ് വേസ്റ്റുകൾ ഇവിടെ വന്നിട്ട്, കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ മരിച്ചു. 4 വാർഡിലെ വേസ്റ്റുകളാണ്, തോടിന്റെ വേസ്റ്റുകളും തോട്ടിലുള്ള സകല മാലിന്യങ്ങളും ഇവിടെ വരിക. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരിപ്പുണ്ടായി. അത് അതെ, അടുത്ത വണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ്. അപ്പൊ ഇത് ഇവരുടെ അനാസ്ഥയാണ്. അതായത് മുനിസിപ്പാലിറ്റി മറ്റൊരു സർവോദയം ഇവിടെ തുടങ്ങാനുള്ള ആരംഭമാണ്. ഇത് നിഷിദ്ധമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എതിർപ്പിനെ അവർ അവഗണിച്ചുകൊണ്ട് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് മൊത്തം. ഇപ്പം ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് കൊണ്ട് കിണറിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബോർവെൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കൊതുക് സന്ധ്യയായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റില്ല. കുട്ടികൾ, രോഗിയായവർ, പ്രായം ചെന്നവരൊക്കെ ഉള്ളതാണ്. മുനിസിപ്പാലിറ്റി ഇത് അറിയിച്ച് കൗൺസിലറെ അറിയിച്ചതാണ്. എന്താണ് ഇതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയില്ല. ഇനി ഞങ്ങളൊരു സ്റ്റേക്ക് പോകാനുള്ള തയ്യാറാണ്. അതിൽ കൂടെ ജനങ്ങളെ ഞങ്ങൾ കൂട്ടും. ആളെ കൂട്ടി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയാണ് ഇതിന് തീരുമാനം എടുത്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണിൽ ഇതറിയാം, അവരുമായിട്ട് സംസാരിച്ചതുമാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, ഇതെല്ലാം നിർത്തി വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവർ കൊണ്ടടിക്കുന്നു. ആരുടെ ഓർഡറാണ് ഇത് അടിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഇത് അവരുടെ സ്ഥലമാണെങ്കിൽ അവർ നല്ലൊരു പാർക്ക് ഉണ്ടാക്കട്ടെ, അല്ലെ ഒരു ഓഡിറ്റോറിയം കെട്ടട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. ഇത്രയും മാലിന്യങ്ങൾ കൊണ്ട് അടിച്ച് മറ്റൊരു സർവോദയപുരം ഇവർ സൃഷ്ടിക്കാനാണ് ഇവരുടെ തീരുമാനം. എൻ്റെ സ്ഥാപനത്തിന് തൊട്ട് പറ്റേയുള്ള പുരയിടമാണിത്. ഈ പുരയിടത്തിൽ കൊണ്ട് വേസ്റ്റ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് സ്മെല്ല്. കൊച്ചു പിള്ളേരും പ്രായമുള്ള ആൾക്കാരും വരെയല്ല. ഈ കൊണ്ടുവരുന്ന വേസ്റ്റിനകത്ത് പാമ്പോ മറ്റ് അപകടകാര്യമായിട്ടുള്ള ജന്തുക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് നിർത്തലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് വേസ്റ്റ് ഇറച്ചിയുടെ വേസ്റ്റ്, അതൊക്കെ ഫുഡ് വേസ്റ്റ്. അതിനടിയിൽ കൊണ്ട് മണ്ണിട്ടിരിക്കുക. എന്നിട്ട് സ്മെല്ലടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കും അത്രയ്ക്കും സ്മെല്ലും അഴുക്കുള്ളതാണ്. വേനൽക്കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റാത്ത. ഇവിടെ ഒരു തോടായിരുന്നു, ഇതൊരു നല്ലൊരു തോടായിരുന്നു, വെള്ളം ഒഴുകി പോകാനുള്ള തോടാണ്. ഈ കാണുന്നത് ഒരു തോടായിരുന്നു. മുനിസിപ്പാലിറ്റി തന്നെ മാലിന്യം നിക്ഷേപിച്ച് ഇത് പകുതിയോളം ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തുകാർ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്.